നെക്സ്റ്റ് തിയറം 4.8 ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ടേംസ് ഓഫ് ഓപ്പൺ സെറ്റ്സ്. ഒരു മെട്രിക് സ്പേസിൽ നിന്നും മറ്റൊരു മെട്രിക് സ്പേസിലേക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഈ തിയറത്തിൽ പറയുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ മാപ്പിംഗ് എഫ് ഫ്രം എ മെട്രിക് സ്പേസ് എക്സ് ഇൻ ടു എ മെട്രിക് സ്പേസ് വൈ ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ഫോർ എവരി ഓപ്പൺ സെറ്റ് വി ഇൻ വൈ. അതായത് എഫ് എന്നുള്ളത് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു മാപ്പ്. ദെൻ എഫ് ആ മെട്രിക് സ്പേസ് എക്സിൽ കണ്ടിന്യൂസ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. അതായത് മെട്രിക് സ്പേസ് എക്സിലെ എല്ലാ പോയിൻറ്റ്സിലും എഫ് കണ്ടിന്യൂസ് ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. വൈയുടെ ഏതൊരു ഓപ്പൺ സെറ്റ് വി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഇൻവേഴ്സ് ഓഫ് വി മെട്രിക് സ്പേസ് എക്സിൻ്റെ ഒരു ഓപ്പൺ സബ്സെറ്റ് ആയിരിക്കണം. ഇതാണ് ആ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. നമുക്ക് ആ തിയറം പ്രൂവ് ചെയ്യാം. ആദ്യം സപ്പോസ് ചെയ്യുക എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ്, അതായത് മെട്രിക് സ്പേസ് എക്സിലെ എല്ലാ പോയിൻറ്റ്സിനും എഫ് കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ മെട്രിക് സ്പേസ് വൈയുടെ ആർബിട്രറി ആയിട്ടൊരു ഓപ്പൺ സെറ്റ് വി ചൂസ് ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് എന്നാണ്. അതിനുവേണ്ടി അതിൽ ഏതൊരു പോയിൻ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിൻ്റ് ആ സെറ്റിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് പറയണം. അതായത് ആ പോയിൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡ് എഫ് ഇൻവേഴ്സ് ഓഫ് വിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത്. അതിനുവേണ്ടി അതിൽ ആർബിട്രറി ആയിട്ടൊരു പോയിൻ്റ് പി ചൂസ് ചെയ്യുന്നു. സപ്പോസ് പി ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് വി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് പി വിയിലുണ്ടായിരിക്കും. ദെൻ വി എന്നുള്ളത് മെട്രിക് സ്പേസ് വൈയുടെ ഒരു ഓപ്പൺ സെറ്റാണ്. സോ വിയിലെ ഏതൊരു പോയിൻ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡെങ്കിലും വിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇവിടെ എഫ് ഓഫ് പി വിയിലൊരു മെമ്പറാണ്. സോ പോയിൻ്റ് എഫ് ഓഫ് പിയുടെ ഏതെങ്കിലും ഒരു നൈബർഹുഡെങ്കിലും വിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആയിരിക്കും. ആ നൈബർഹുഡിന് ഒരു റേഡിയസ് ഉണ്ടായിരിക്കും. അതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. അതാണ് എപ്സിലോൺ നോട്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ നോട്ട് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുപോലെ തന്നെ ഡി വൈ ഓഫ് വൈ കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആകുന്ന മെട്രിക് സ്പേസ് വൈയിലെ ഏതൊരു പോയിൻ്റ് വൈ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും വൈ വിയിലൊരു മെമ്പർ ആയിരിക്കും. അതാണ് പോയിൻ്റ് പിയുടെ എപ്സിലോൺ നോട്ട് റേഡിയസ് ഉള്ള നൈബർഹുഡ് വിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആണ് എന്നുള്ള കണ്ടീഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അതായത് വൈയും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആണെങ്കിൽ വൈ സെറ്റ് വിയിലൊരു മെമ്പർ ആയിരിക്കും. ദെൻ എഫ് മെട്രിക് സ്പേസ് എക്സിൽ കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മുടെ അസംഷൻ. അങ്ങനെയാണെങ്കിൽ സ്പേസിലെ ഏതൊരു പോയിൻ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിൻറ്റിലും എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. സോ എഫ് പോയിൻ്റ് പിയിലും കണ്ടിന്യൂസ് ആയിരിക്കും. ദെൻ എഫ് പോയിൻ്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ് ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ. ഇത് എഫ് പോയിൻ്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സോ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കിട്ടും. അതാണ് ഡെൽറ്റ എന്ന് വിചാരിക്കുക. സോ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that dy of f of x comma f of p less than epsilon naught whenever dx of x comma p less than delta. അതായത് എക്സും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയാണെങ്കിൽ എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആയിരിക്കും. ദെൻ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ 1ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈയും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആണെങ്കിൽ വൈ സെറ്റ് വിയിലൊരു മെമ്പർ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടി എക്സും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയാണെങ്കിൽ എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആയിരിക്കും. അതിൽ നിന്നും എക്സും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയാണെങ്കിൽ എഫ് ഓഫ് എക്സ് സെറ്റ് വിയിലൊരു മെമ്പർ ആയിരിക്കും. അതായത് വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി. എഫ് ഓഫ് എക്സ് സെറ്റ് വിയിലുണ്ടെങ്കിൽ എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് വിയിലൊരു മെമ്പർ ആയിരിക്കും. അതായത് വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് വി. ഈ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് പോയിൻ്റ് പിയുടെ ഡെൽറ്റ റേഡിയസ് ഉള്ള നൈബർഹുഡ് എഫ് ഇൻവേഴ്സ് ഓഫ് വിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആണ് എന്നാണ്. ദാറ്റ് ഈസ് എൻ ഡെൽറ്റ ഓഫ് പി ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി. സോ പിയുടെ ഒരു നൈബർഹുഡ് എഫ് ഇൻവേഴ്സ് ഓഫ് വിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആണ്. അതിൽ നിന്നും പി ഈസ് എൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി. പി എഫ് ഇൻവേഴ്സ് ഓഫ് വിയിലെ ആർബിട്രറി ആയിട്ടൊരു മെമ്പർ ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് വിയിലെ ഏതൊരു പോയിൻ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എഫ് ഇൻവേഴ്സ് ഓഫ് വിയുടെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും. അതിൽ നിന്നും എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ്. ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി മെട്രിക് സ്പേസ് വൈയുടെ ഏതൊരു ഓപ്പൺ സെറ്റ് വി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഇൻവേഴ്സ് ഓഫ് വി മെട്രിക് സ്പേസ് എക്സിൻ്റെ ഒരു ഓപ്പൺ സബ്സെറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു.
നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ് എന്നാണ്. അതായത് എക്സിലെ ഏതൊരു പോയിന്റ് പി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ആർബിട്രറി ആയിട്ടൊരു പോയിന്റ് പി എക്സിൽ നിന്നും ചൂസ് ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് പി എന്നാണ്. അതിനുവേണ്ടി ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത്. അതിനുവേണ്ടി ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്യുന്നു. ദെൻ മെട്രിക് സ്പേസ് വൈയുടെ ഒരു സബ്സെറ്റ് വി ഇതുപോലെ ചൂസ് ചെയ്യുന്നു. വി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വൈ ബിലോങ്സ് ടു സെറ്റ് വൈ സച്ച് ദാറ്റ് ഡി വൈ ഓഫ് വൈ കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ. ഇത് പോയിന്റ് എഫ് ഓഫ് പിയുടെ എപ്സിലോൺ റേഡിയസ് ഉള്ള നൈബ്രഹുഡ് ആണ്. വി ഒരു നൈബ്രഹുഡ് ആയതുകൊണ്ട് അത് ഓപ്പൺ ആയിരിക്കും, കാരണം എല്ലാ നൈബ്രഹുഡ്സും ഓപ്പൺ ആണ്. സോ വി ഈസ് ഓപ്പൺ ഇൻ വൈ. നമ്മുടെ അസംഷൻ പ്രകാരം വൈയുടെ ഏതൊരു ഓപ്പൺ സെറ്റ് വി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഇൻവേഴ്സ് ഓഫ് വി മെട്രിക് സ്പേസ് എക്സിൻ്റെ ഒരു ഓപ്പൺ സബ്സെറ്റ് ആയിരിക്കും. ഇവിടെ വി എന്നുള്ളത് മെട്രിക് സ്പേസ് വൈയുടെ ഒരു ഓപ്പൺ സബ്സെറ്റ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വിയിലെ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റിൻ്റെ ഏതെങ്കിലും ഒരു നൈബ്രഹുഡ് എഫ് ഇൻവേഴ്സ് ഓഫ് വിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആയിരിക്കും. എഫ് ഓഫ് പി വിയിലുള്ളത് കൊണ്ട് പി എന്നുള്ളത് എഫ് ഇൻവേഴ്സ് ഓഫ് വിയിലൊരു മെമ്പർ ആയിരിക്കും. സോ എഫ് ഇൻവേഴ്സ് ഓഫ് വിയിലൊരു മെമ്പർ പി നമുക്ക് കിട്ടി. ദെൻ പോയിന്റ് പിയുടെ ഏതെങ്കിലും ഒരു നൈബ്രഹുഡ് എഫ് ഇൻവേഴ്സ് ഓഫ് വിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആയിരിക്കും. ആ നൈബ്രഹുഡിൻ്റെ റേഡിയസ് ആണ് ഡെൽറ്റ എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ പോയിന്റ് പിയുടെ ഡെൽറ്റ റേഡിയസ് ഉള്ള നൈബ്രഹുഡ് വിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആയിരിക്കും. അതിൽ നിന്നും എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു സെറ്റ് വി വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ. ദെൻ വൈ സെറ്റ് വിയിലൊരു മെമ്പർ ആവാനുള്ള കണ്ടീഷൻ ഡി വൈ ഓഫ് വൈ കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ എന്നാണ്. എഫ് ഓഫ് എക്സ് സെറ്റ് വിയിലൊരു മെമ്പർ ആണെങ്കിൽ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ. സോ നമ്മൾ ചൂസ് ചെയ്ത എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിച്ചു. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ. ഇത് എഫ് പോയിന്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. അതിൽ നിന്നും എഫ് ഈസ് കണ്ടിന്യൂസ് സെറ്റ് പി. പി എന്നുള്ള സെറ്റ് എക്സിലെ ആർബിട്രറി ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. അതിൽ നിന്നും എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ്. അതാണ് നമുക്ക് കോൺവേഴ്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറിയാണ്. നമുക്ക് ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ മാപ്പിംഗ് എഫ് ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് ഇൻറ്റു എ മെട്രിക് സ്പേസ് വൈ ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ഫോർ എവറി ക്ലോസ്ഡ് സെറ്റ് സി ഇൻ വൈ. അതായത് എഫ് മെട്രിക് സ്പേസ് എക്സിൽ നിന്നും മെട്രിക് സ്പേസ് വൈയിലേക്കുള്ള ഒരു മാപ്പിംഗ് എഫ് കണ്ടിന്യൂസ് ആവാനുള്ള മറ്റൊരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. മെട്രിക് സ്പേസ് വൈയുടെ ഏതൊരു ക്ലോസ്ഡ് സെറ്റ് സി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഇൻവേഴ്സ് ഓഫ് സി മെട്രിക് സ്പേസ് എക്സിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കണം. നമുക്ക് ഈ റിസൾട്ട് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി ആർബിട്രറി ആയിട്ട് മെട്രിക് സ്പേസ് വൈയുടെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് സി ചൂസ് ചെയ്യുന്നു. സി ക്ലോസ്ഡ് ആയതുകൊണ്ട് സി കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും. ദാറ്റ് ഈസ് സി കോംപ്ലിമെൻറ്റ് ഈസ് എൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് വൈ. ദെൻ മെട്രിക് സ്പേസ് വൈയുടെ ഏതൊരു സബ്സെറ്റ് ഇ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റും എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റും സെയിം ആയിരിക്കും. അതായത് അവ ഈക്വൽ ആയിരിക്കും. നമുക്ക് ആദ്യം ആ റിസൾട്ട് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻ്റ് ഒരു സബ്സെറ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുന്നു. അതിനുവേണ്ടി ആർബിട്രറി ആയിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റിൽ നിന്നും ഒരു മെമ്പർ എക്സിനെ ചൂസ് ചെയ്യുന്നു. അതായത് എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റ്. എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റിലുള്ളത് കൊണ്ട് എഫ് ഓഫ് എക്സ് ഇ കോംപ്ലിമെൻറ്റിൽ ഒരു മെമ്പർ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഇ കോംപ്ലിമെൻറ്റിലുള്ളത് കൊണ്ട് എഫ് ഓഫ് എക്സ് ഇയിലൊരു മെമ്പർ ആയിരിക്കുകയില്ല. എഫ് ഓഫ് എക്സ് ഇയിലില്ലാത്തത് കൊണ്ട് എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇയിലൊരു മെമ്പർ ആയിരിക്കുകയില്ല. എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇയിലെ മെമ്പർ അല്ലാത്തത് കൊണ്ട് എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇയുടെ കോംപ്ലിമെൻറ്റിൽ ഉണ്ടായിരിക്കും. അതായത് എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റ്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റിൽ നിന്നും ആർബിട്രറി ആയിട്ടൊരു മെമ്പർ എക്സിന് ചൂസ് ചെയ്തപ്പോൾ അത് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റിലുണ്ട് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിച്ചു. അതിൽ നിന്നും എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റ്. ദെൻ കോൺവേഴ്സ്ലി എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റിൽ നിന്നും ഒരു വൈ ചൂസ് ചെയ്യുന്നു. വൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് വൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഇയിലൊരു മെമ്പർ ആയിരിക്കുകയില്ല. വൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഇയിലില്ലാത്തതുകൊണ്ട് എഫ് ഓഫ് വൈ ഇയിലൊരു മെമ്പർ ആയിരിക്കുകയില്ല. എഫ് ഓഫ് വൈ ഇയിലില്ലാത്തതുകൊണ്ട് എഫ് ഓഫ് വൈ ഇ കോംപ്ലിമെൻറ്റിൽ ഉണ്ടായിരിക്കും. എഫ് ഓഫ് വൈ ഇ കോംപ്ലിമെൻറ്റിലുണ്ടെങ്കിൽ വൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റിൽ ഒരു മെമ്പർ ആയിരിക്കും. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റിൽ നിന്നും ഒരു വൈ ചൂസ് ചെയ്തപ്പോൾ അത് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റിലുണ്ട് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിച്ചു.
അതിൽ നിന്നും എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റ്. സോ രണ്ട് റിസൾട്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റ് ഫോർ എനി സബ്സെറ്റ് ഇ ഓഫ് വൈ. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് സി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി ഹോൾ കോംപ്ലിമെൻറ്റ്. സി കോംപ്ലിമെൻറ്റ് ഒരു ഓപ്പൺ സബ്സെറ്റ് ആയതുകൊണ്ട് മെട്രിക് സ്പേസ് വൈയുടെ ഒരു ഓപ്പൺ സബ്സെറ്റ് ആയതുകൊണ്ട് തിയറം 4.8 അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് സി കോംപ്ലിമെൻറ്റ് ഈസ് ഓപ്പൺ ഇൻ എക്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് സി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി ഹോൾ കോംപ്ലിമെൻറ്റ് ആയതുകൊണ്ട് എഫ് ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഓപ്പൺ ഇൻ എക്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് സി ഹോൾ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് സി ക്ലോസ്ഡ് ആയിരിക്കും. അതിൽ നിന്നും എഫ് ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് തിയറം 4.9. ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ആൻഡ് ജി ബി കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ എ മെട്രിക് സ്പേസ് എക്സ്. ദെൻ എഫ് പ്ലസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി ആർ കണ്ടിന്യൂസ് ഓൺ എക്സ് പ്രൊവൈഡഡ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സെറ്റ് എക്സ്. അതായത് എഫും ജിയും മെട്രിക് സ്പേസ് എക്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. അതായത് മെട്രിക് സ്പേസ് എക്സിലെ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റിൽ എഫും ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജിയും എഫ് ഇൻറ്റു ജിയും എഫ് ബൈ ജിയും മെട്രിക് സ്പേസ് എക്സിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. പ്രൊവൈഡഡ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സെറ്റ് എക്സ്. നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിന്റ് മെട്രിക് സ്പേസ് എക്സിൻ്റെ ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ആണെങ്കിൽ ഫംഗ്ഷൻ ഏത് തന്നെയായാലും ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അത് നമ്മൾ റിസൾട്ട് 4.1ൽ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിന്റ് മെട്രിക് സ്പേസ് എക്സിൽ ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിൽ എന്തായാലും എഫ് പ്ലസ് ജിയും എഫ് ഇൻറ്റു ജിയും എഫ് ബൈ ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. ആ കേസിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യുവാനില്ല. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിന്റ് മെട്രിക് സ്പേസ് എക്സിൻ്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. തിയറം 4.6 അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി. അതുപോലെ തന്നെ ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് പി. ഇവിടെ എഫും ജിയും കണ്ടിന്യൂസ് ആണ്. സോ കണ്ടിന്യൂസ് അറ്റ് പിയും ആയിരിക്കും. അതായത് മെട്രിക് സ്പേസ് എക്സിലെ എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കും. അതിൽ നിന്നും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പിയും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് പിയും ആയിരിക്കും. ദെൻ തിയറം 4.4 അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പിയും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് പിയും ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി പ്ലസ് വൈ ഓഫ് പി. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് പ്ലസ് ജി ഓഫ് പി. അത് എഫ് പ്ലസ് ജി എന്നുള്ള ഫംഗ്ഷൻ പോയിന്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. തിയറം 4.6 അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്നും എഫ് പ്ലസ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് പി. അതുപോലെ തന്നെ തിയറം 4.4ൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പിയും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് പിയും ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി ഇൻറ്റു ജി ഓഫ് പി, അതായത് എഫ് ജി ഓഫ് പി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ജി ഓഫ് പി. ദെൻ തിയറം 4.6 അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് പി. ദെൻ എഫ് ബൈ ജി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി അസ്യൂം ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സെറ്റ് എക്സ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എഫ് ബൈ ജി സെറ്റ് എക്സിൽ ഡിഫൈൻഡ് ആയിരിക്കുകയുള്ളൂ. എല്ലാ പോയിൻറ്റ്സിലും ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ദെൻ തിയറം 4.4ൻ്റെ തേർഡ് പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പിയും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് പിയും ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി ബൈ ജി ഓഫ് പി, അതായത് എഫ് ബൈ ജി ഓഫ് പി. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ബൈ ജി ഓഫ് പി ആയതുകൊണ്ട് തിയറം 4.6 അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ബൈ ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് പി. പി ആർബിട്രറി ആയതുകൊണ്ട് സെറ്റ് എക്സിലെ ആർബിട്രറി ആയിട്ടുള്ള ലിമിറ്റ് പോയിന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ എഫ് പ്ലസ് ജിയും എഫ് ഇൻറ്റു ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ആണെങ്കിൽ എഫ് ബൈ ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. ആ പോയിന്റിൽ നമ്മൾ ഓൾറെഡി സെറ്റ് എക്സിലെ ഐസൊലേറ്റഡ് പോയിന്റ്സിൽ ഈ 3 ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെറ്റ് എക്സിലെ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റിൽ എഫ് പ്ലസ് ജിയും എഫ് ഇൻറ്റു ജിയും എഫ് ബൈ ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. പ്രൊവൈഡഡ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതിൽ നിന്നും എഫ് പ്ലസ് ജിയും എഫ് ഇൻറ്റു ജിയും എഫ് ബൈ ജിയും മെട്രിക് സ്പേസ് എക്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് നോട്ടിൽ ഒരു റിസൾട്ടാണ് വെൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ് ദെൻ സി എഫ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് ഓൺ എക്സ് പ്രൊവൈഡഡ് സി നോട്ട് ഈക്വൽ ടു 0.
അതായത് മെട്രിക് സ്പേസ് എക്സിലുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എഫ് എന്നുണ്ടെങ്കിൽ സി ഇൻറ്റു എഫ്, സി എന്നുള്ള നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സി ഇൻറ്റു എഫും കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് നമുക്ക് ഈ റിസൾട്ട് വെരിഫൈ ചെയ്യാനുള്ളത്. എഫ് കണ്ടിന്യൂസ് ഓൺ എക്സ് ആണെങ്കിൽ മെട്രിക് സ്പേസ് എക്സിലെ ഏതൊരു പോയിന്റ് പി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. ദെൻ തിയറം 4.6 അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി ആയിരിക്കും. ദെൻ സി എഫ് ഓഫ് എക്സ് എന്നുള്ളത് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഓഫ് പി, അതായത് സി എഫ് ഓഫ് പി. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എഫ് ഓഫ് പി ആയതുകൊണ്ട് തിയറം 4.6ൻ്റെ കോൺവേഴ്സ് പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സി എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് പി, പി ആർബിട്രറി ആയതുകൊണ്ട് സെറ്റ് എക്സിലെ എല്ലാ പോയിൻറ്റ്സിലും സി എഫ് കണ്ടിന്യൂസ് ആയിരിക്കും പ്രൊവൈഡഡ് സി നോട്ട് ഈക്വൽ ടു 0. അതാണ് ഈ റിസൾട്ട് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.